ലോൺ എടുത്ത് വീട് വെക്കരുത്. ഒരു കാര്യവും കടം വാങ്ങി ചെയ്തത്. കടം വാങ്ങാൻ പറ്റാവുന്ന രണ്ട് കാര്യത്തിന് കടം വാങ്ങാൻ പറ്റുന്നു. വയഹ്റുമുൽ ഇഖ്തിറാദ്, നമുക്ക് കടം വാങ്ങുന്നതിന് വല്ല മടിയുണ്ട്. കടം വാങ്ങൽ ഹറാമാണ്. രണ്ടാൾക്ക് ഒന്ന് ഒരു മുൽത്തർ, ശ്വാസോച്ഛ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കാശില്ല. എവിടെ നിന്നാണോ കിട്ടുന്നത് കടം വാങ്ങി, എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ രക്ഷിക്കണം. ഇല്ലെങ്കിൽ കടം കിട്ടുന്നത് വാങ്ങിയിട്ട് മറ്റൊന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ള മാർഗം ഉണ്ടാവണം. ഉദാഹരണമായിട്ട് ഞാൻ ജോലി ചെയ്ത് ഒരു മാസമായിട്ടുണ്ട്. എനിക്ക് 20,000 രൂപ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളം എനിക്കുണ്ട്. ഇന്ന് ഫെബ്രുവരി 20 21. അപ്പം അതിൽ എനിക്ക് അർഹതപ്പെട്ട ശമ്പളം ആ 20,000 രൂപ 1-ാം തീയതി കാണാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ 2/3 ഭാഗം 1/7 14 21. അപ്പം ഞാൻ എന്താകുക, ഒരു 13 രൂപ. ആ 13 രൂപയിൽ അപ്പുറം എനിക്ക് കടം വാങ്ങാൻ എനിക്ക് വീട്ടാനുള്ള മാർഗം എന്ത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ റബ്ബേ എത്രയാണ് പരാതികൾ. മുമ്പ് വേറെ ഒക്കെ ഇപ്പോൾ പെണ്ണുങ്ങളെ പണ്ടെടുത്ത് വിറ്റ് ഇപ്പോൾ പെണ്ണുങ്ങളെ പണ്ടം ചോദിക്കുന്നുണ്ട്. വിൽക്കാൻ ആര് പറഞ്ഞതാണ്? ഭാര്യ പറഞ്ഞതാണ്. ഭാര്യൻ്റെ ആദ്യം കേട്ട് വിറ്റതാ, അത് വാങ്ങിക്കൊടുക്കാന്ന് കരുതിയിട്ട് വിറ്റതാണ്. എന്തിനേറെ എത്ര കുടുംബ ബന്ധങ്ങളാണ് മനുഷ്യൻ എന്ത് പറ്റിപ്പോയി. എത്രയോ വിഷയങ്ങൾ ഈ വിനീത ഇടപെടേണ്ടി വന്നു. അഥവാ പെട്ടെന്നല്ലേ സ്വർണത്തിന് എന്ത് കണ്ടിട്ട് ഇങ്ങനെ 1,30,000 30,000 15,000 30,000 ഒക്കെ ആയത്. അവൻ സ്വന്തം ഭാര്യമാർ ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ 10 കൊടുത്തില്ലേ, എനിക്കതിന് 10 പൈസ അന്നത്തെ ഇത് വന്നാൽ പോരാ, എനിക്ക് ആ ഒന്നത്തെ 15 ലക്ഷം റുപ്യ തരണം, അല്ലെങ്കിൽ 13 ലക്ഷം രൂപ തരണം. അപ്പം അതിന് കേൾക്കാൻ നിൽക്കണം. ആദ്യം തന്നെ കടം വാങ്ങണ്ടെന്ന് തീരുമാനിച്ചാൽ ആരോടാണെങ്കിലും കടം, എനിക്ക് 5 രൂപയെ കയ്യിലുള്ളൂ, ആ 5 രൂപയ്ക്ക് ഇന്ന് ചീരയെ വാങ്ങാൻ കഴിയൂ, ആ ചീര താളിച്ചതായിട്ട് എനിക്കൊന്ന് നോമ്പ് തുറക്കാം, അതുകൊണ്ട് മതിയാക്കാം. അല്ല 10 രൂപയാണുള്ളത്, ആ 10 രൂപയ്ക്ക് എനിക്ക് വല്ല പച്ചക്കറിയും കിട്ടുമെങ്കിൽ എല്ലാ 100 രൂപ ഒരാളുടേത് കണ്ട് നമ്മൾ വൽ ഖനാതു ബിൽ ഖലീൽ, എന്താണ് മാ അല മനിക്തസദ വമാ ഖാബ മനിസ്തഖാറ വമാ നദിബ മനിസ്തശാറ. ജീവിതത്തിൽ മിതത്വം ശീലിച്ചോ ഒരിക്കലും ദരിദ്രനാവുകയില്ല, ദാരിദ്ര്യം പിടികൂടുകയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ദൂർത്ത്. അപ്പം അതാണ് ഈ തഖ്വയുടെ ഭാഗമാണ് ഖനാതു ബിൽ ഖലീൽ. മൂന്നാമത് വൽഇസ്തിദാദു ലിയൗമിർ റഹീൽ. കഴിഞ്ഞ റമളാനിൽ നമ്മുടെ പള്ളിയിൽ വന്നിരുന്ന എത്ര ആളുകൾ ഈ ലോകത്തോട് മരിച്ചിട്ടുണ്ടാവും. എൻ്റെ നാട് കടലുണ്ടിയാണ്. കഴിഞ്ഞ റംസാൻ തലേ രാവ് ഞാൻ കടലുണ്ടിയിൽ നിന്ന് മരിച്ചെണ്ണി വെക്കുമ്പോൾ 10-ലേറെ ആളുകൾ സിദ്ദീഖാജിൻ്റെ എന്നല്ലോ അന്ന്. ഞാനിങ്ങനെ അപ്പോഴേ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചെറിയ മഹല്ലത്താണ് ഞങ്ങളുടെ മഹല്ലത്ത്. ബഷീറാജി മരിച്ചത്, ജമാലാജി മരിച്ചത്, ഹംസക്കോയൊക്കെ മരിച്ചത്, ഹംസക്കോയ മരിച്ചത്. ഇങ്ങനെ എണ്ണി നോക്കും ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമ്മളിതിങ്ങനെ മറക്കുന്നത് കൊണ്ടല്ലേ. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ പ്രായക്കാരിൽ എത്ര ആളുകളാണ് ഇങ്ങോട്ട് വരുന്ന ടൈമിലാണ്. ചാലിയം ഇല്ലിക്കൽ തറവാട്ടിലെ നജീമുദ്ദീൻ ഇപ്പോൾ സൗദിയിൽ നിന്ന് മരിച്ചെന്ന് വിവരം കേട്ടത്. അവരെ ഖബറിനെ സ്വർഗ്ഗം ആക്കടേ അല്ല, വിശാലാക്കടേ അല്ല. ഓരോ ദിവസവും എത്ര എന്ന് പത്രം. ഇവരൊക്കെ കരുതിയിരുന്നോ ഇത് അവസാന റംസാനാണെന്ന്? ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? നമ്മളാരും ഈ അടുത്ത റംസാൻ ആര് ജീവിക്കും, അടുത്ത വെള്ളിയാഴ്ച ആര് ജീവിക്കുമെന്ന് ആര് കരുതി? അടുത്ത ദിവസം ആര് ജീവിക്കുമെന്ന്? അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ അവസാന ഇഅ്തികാഫ് ആയിക്കൂടുന്നില്ല, ഇതെൻ്റെ ജീവിതത്തിൽ അവസാന റമളാൻ ആയിക്കൂടുന്നില്ല, ഇതെൻ്റെ ജീവിതത്തിൽ അവസാന ളുഹ്ർ ആയിക്കൂടുന്നില്ല എന്ന് കരുതി അള്ളാഹുലേക്ക് കൈകൾ മലർത്തി റബ്ബിനോട് നന്നായി ദുആ ചെയ്യും. അള്ളാഹു തആല കബൂലാക്കുക തന്നെ ചെയ്യും. നമുക്ക് ദുആ ചെയ്ത് നമുക്ക് റബ്ബേ ജീവിതത്തിൽ അവസാന റമളാൻ ആക്കല്ല അല്ലാഹ്, അവസാന റമളാൻ ആക്കല്ല അല്ലാഹ്. إلى حضرة نبينا وحبيبنا وشفيع المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إلى حضرات أرواح سادات البدريين رضوان الله تعالى عن كل واحد منهم
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹാനായ ഷെയ്ഖുന ഇന്ത്യൻ ഖാൻ മുഫ്തി കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ. മാഷാ അല്ലാഹ്, എല്ലാ പള്ളികളിലും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ളുഹ്ർ ബാങ്ക് കൊടുത്ത് നിസ്കാരം തുടങ്ങുമ്പോഴായിരിക്കും ആളുകൾ എത്തിച്ചേരലുണ്ടാകുക. പലപ്പോഴും അവസാനത്തെ റക്അത്തിലായിരിക്കും എത്തിച്ചേരലുണ്ടാകുക. അത് 10, 50, 100 ആളുകളായിരിക്കും ഒട്ടുമിക്ക പള്ളികളുണ്ടാകുക. ഉസ്താദ് ആയിരക്കണക്കിന് പള്ളികൾ പടുത്തുയർത്തി. ഈ ഒരൊറ്റ പള്ളി ളുഹറിൻ്റെ എത്ര മുമ്പ്, 1 മണിക്കൂർ മുമ്പ് ഏകദേശം പള്ളികളിൽ എത്ര ആളുകൾ എത്തിയിട്ടുണ്ട്, എത്ര തവണ ഇവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ എത്ര പള്ളികൾ, എത്ര ടൗണുകൾ. പൂർവികർ പള്ളി ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുഗ്രാമങ്ങളിലായിരിക്കും. ടൗണിലെ പള്ളി, കോഴിക്കോട് ടൗണിൽ ഉസ്താദ് എത്ര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ടൗണിലെ പള്ളിക്ക് കുറേ പ്രത്യേകത ഉണ്ട്. കുഗ്രാമങ്ങളിലെ പള്ളി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സുബൈക്കാരുണ്ടായിക്കൊള്ളുന്നില്ല. ആ ളുഹറിനും ഉണ്ടായിക്കൊള്ളുന്ന 1-2 ആളായിരിക്കും. ഇപ്പോൾ മഗ്രിബിന് ഇശാക്കൊക്കെ ആയിരിക്കും ഉണ്ടാകുക. ടൗൺ പള്ളി അങ്ങനെ ആവില്ല. ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ അസർ വരെയും കുറേ ആളുകൾ നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. അസർ കഴിഞ്ഞാൽ മഗ്രിബ് വരെയും അസർക്കാർ. ഇശ മഗ്രിബ് കഴിഞ്ഞാൽ ഇങ്ങനെ ധാരാളം നിസ്കരിച്ചു കൊണ്ടേയിരിക്കും. അവിടെ കുഗ്രാമങ്ങളിലെ പള്ളി കാർപ്പറ്റ് 10 കൊല്ലത്തിലൊക്കെ മതിയാവും. കാരണം അവിടെ ആൾ യൂസ് ചെയ്യുന്ന വളരെ കുറവല്ലേ. ഇവിടെ ആണെങ്കിലോ പെട്ടെന്ന് ഇവിടെ കറണ്ടിൻ്റെ ചാർജോ വളരെ കൂടുതലായിരിക്കും. കുഗ്രാമത്തിലെ പള്ളിയിൽ നല്ല വരുമാനം ഉണ്ടാവും. ജനിച്ചാലും വരുമാനമാണ്, മരിച്ചാലും വരുമാനമാണ്, കല്യാണത്തിനും എല്ലാത്തിലും ഉണ്ടാവും. ഇതാണെങ്കിലോ ഇവിടെ നിക്കാഹ് ഉണ്ടാവുമല്ലോ പള്ളിയിലേക്ക്, അല്ലെങ്കിൽ മറ്റു വല്ലതും ഉണ്ടോ. അപ്പോൾ ചിലവ് വളരെ കൂടുതലും വരവ് നന്നേ കുറവും. എന്നാലോ വലിയ കൂലി. മാത്രമല്ല 1500 ആളുകൾ നോമ്പ് തുറക്കാനൊരു ദിവസം. ഇപ്പോൾ 30 ദിവസം കൂട്ടിയാൽ 15000, 30,000, 45,000 ആളുകൾ. എത്ര ലക്ഷങ്ങൾക്ക് വേണ്ടി ചിലവ് വേണ്ടി വരും. അള്ളാഹു തആല ഇതിനെല്ലാം സഹായിക്കുന്നു. നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹ് മഹാനായ ശൈഖുന സുൽത്താൻ കാന്തപുരം ഉസ്താദിന് റബ്ബേ നീ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി ആ താങ്കൾ ദീർഘകാലം കഴിയാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ, ദീർഘകാലം നമ്മുടെ പള്ളിയിൽ ഇമാമായി സഞ്ച് പ്രിയപ്പെട്ട അബ്ദുർ റഊഫ് സഖാഫി ഉസ്താദ് അവർ അവരുടെ ഭാര്യ എത്ര 5 മാസം 5 മാസമായി. റബ്ബേ മഹദിയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഖബറിനെ വിശാലാക്കണേ അല്ലാഹ്. വളരെ കുറഞ്ഞ പ്രായം. നമ്മളാരും കരുതിയിട്ടില്ലല്ലോ അവസാനത്തെ റമദാനാണെന്ന്. റബ്ബേ മഹദിയുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഖബറിനെ വിശാലായി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ എത്ര ആളുകളാണ് മരണപ്പെട്ട് ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. നമ്മളെല്ലാവരും ദുആക്ക് ഉത്തരം കിട്ടുമോ കിട്ടൂലേ? 2 വിഭാഗം ആളുകളാണ്. ഒരു ട്രീ എന്തായിരുന്നാലും എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് ഉറച്ചാണ്ട് വിശ്വസിക്കുകയാണ്. വേറെ കുറേ ആൾക്കാരോ എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടൂല, ഞാൻ കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടും ശരിയല്ല. മറിച്ച് എത്ര വലിയവരാണെങ്കിലും നമ്മുടെ മനസ്സിൽ വേണ്ടത് എൻ്റെ കാര്യം ബേജാറാ,
5 വക്ത് നിസ്കാരത്തിന് കൃത്യമായി ജമാഅത്തിന് വല്ലുണ്ട്, വലിയ താടിയുണ്ട്, വലിയ തലയെക്കെട്ടുണ്ട്, ഇമാമാണ്, ഖാദിയാണ്. പക്ഷേ നമ്മളെപ്പോഴും കരുതേണ്ടത് ഞാനൊന്നുമല്ല. അത് സമീപകാലത്ത് കണ്ട വലിയ സയ്യിദും സൂഫിയും ആബിദും സാഹിദും എല്ലാം മഹാനാ താജുലമ അസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റബ്ബ് അവർ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, എല്ലാ റമദാൻ 27 രാവിനും ഏറ്റവും നേരത്തെ എത്തും താജുലമ. ആദ്യകാലങ്ങളൊക്കെ അസറിന് മുമ്പെത്തും. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോവുക. എല്ലാ സ്വലാത്തിലും ആവർത്തിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ഈ സ്റ്റേജിലുള്ള ആൾക്കാരൊന്നുമല്ല, സദസ്സിൻ്റെ മൂലയിൽ ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ ദുആക്കുത്തരം ചെയ്യുന്ന കുറേ നല്ല മനുഷ്യന്മാരുണ്ടാകും സദസ്സിൻ്റെ മൂലയിൽ. എന്താ അങ്ങനെ പറഞ്ഞ് പലപ്പോഴും മഹാനുള്ള വിനയാന്വിതനാകുന്നു. ഞാൻ എൻ്റെ ദുആ അല്ലാഹ് ഇജാബത്ത് നൽകുന്നല്ല പറഞ്ഞത്, എന്നെ സ്വീകരിക്കുന്നല്ല, മറിച്ച് സദസ്സിൽ എവിടെയോ സത്യത്തിൽ ഞാനത് കഴിഞ്ഞ റമദാൻ 27 എനിക്ക് നേരെ ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ റമദാൻ 27 വെള്ളിയാഴ്ചയും ഒരേ ദിവസമായിരുന്നു. വെള്ളിയാഴ്ച രാവായിരുന്നു 27 ഓർമ്മ ഉണ്ടായിരിക്കും. സാധാരണ റമദാൻ 27 3 മണിക്കാണ് ദിക്ർ സ്വലാത്ത് തീരാറുള്ളത്. അപ്പോൾ കാസർഗോഡും മംഗലാപുരത്തും കർണാടകയിലും തിരുവനന്തപുരത്തും കന്യാകുമാരിയും അങ്ങനെ കോയമ്പത്തൂരൊക്കെ ഉള്ള ആൾക്കാർ ഖത്തീമാർ ജുമാക്കെത്താൻ നേരം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 2:30 പിരിച്ചുവിടാമെന്ന് തീരുമാനം ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ 2:20 സ്വലാത്ത് കഴിഞ്ഞത്. 2:30 നിർത്തി 10 മിനിറ്റ് ദ്വാരക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് കൂടുതൽ ദ്വാരന്നിട്ടില്ല. ചാലിയം കരീമാജൊക്കെ അന്നെ പറഞ്ഞ് എന്തെന്നോ ദ്വാ ചെറുതാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിരിക്കും എന്ന് കരുതി സുബഹിക്ക് പള്ളിയിൽ ജമാഅത്ത്. നിബിഡ പള്ളി നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് ആ ഗ്രാൻഡ് മസ്ജിദ്. അവൻ കരുതി ഇവരൊക്കെ വഴിയിൽ വെച്ച് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകരുത്. റമദാൻ 27 ജമാഅത്തല്ലേ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അല്ലേ. സാധാരണ സുബഹി വാങ്ങിക്കൊടുത്താൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫർള് നിസ്കരിക്കൽ. അന്ന് പെട്ടെന്ന് സുന്നത്ത് നിസ്കരിച്ച് ഖാമത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പോകുന്നവർക്ക് പോകാൻ, ആരും വിഷമിക്കരുതല്ലോ, അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ മസല. നിസ്കാരം കഴിഞ്ഞാൽ പോകുന്നവർക്കൊക്കെ പോകും ചെയ്യാമല്ലോ. അപ്പം നിസ്കാരം കഴിഞ്ഞപ്പോൾ തോന്നി പലരും ഇങ്ങനെ ദ്വാ മതിയെ നീണ്ടില്ല, മതിയായില്ല, ദ്വാ മത്ലൂബായ സ്ഥലത്ത് ദ്വാ നീട്ടണമല്ലോ, അങ്ങനെയുള്ള മസല. എല്ലാത്തോടത്തും ദ്വാ നീട്ടി ദ്വാരക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് നന്നായി 1.5 മണിക്കൂർ ദ്വായിരുന്നു. ഒരൊറ്റ കുട്ടിയും പോയില്ല എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ എപ്പം വന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര നല്ല നല്ല മുഅ്മിനീങ്ങൾ സദസ്സിലുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ വളരെ മോശക്കാരനാണ്, എന്നാലും എൻ്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകിക്കൂടുന്നില്ല. അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു വലിയവനാണ്. അൽ ഖൗഫു വർ റജാ കജനാഹി ത്വയ്ർ ഇദാ ഇസ്തവയ ഇസ്തവ വഇല്ലാ ഫല. ഒരു പറക്കുന്ന പക്ഷിക്ക് പറക്കാതിരിക്കാൻ കാല് വെട്ടണ്ട, 2 ചിറക് മുറിക്കണ്ട, മറിച്ച് 50-50 അഥവാ ചിറകിൽ നിന്ന് 3-4 തൂവലടത്തിത്താൽ പറക്കാൻ കഴിയില്ല. അപ്പോൾ ആ 2 ചിറക് പോലെയാണ് എല്ലാവർക്കും റബ്ബൻ്റെ കാര്യം ബേജാറില്ല. എന്താ എൻ്റെ അവസ്ഥ? ആ ബേജാറിന് നമുക്ക് നല്ലോണം വേണം, എന്നാൽ നമുക്ക് നിരാശയാകാൻ പാടില്ല, പ്രത്യാശ നമുക്ക് വേണം. ഇങ്ങനെയൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടും എൻ്റെ റബ്ബ് എനിക്ക് നോമ്പ് കേൾക്കാനും, എനിക്ക് കണ്ണ് തന്നില്ലേ, കാത് നൽകില്ലേ, എനിക്ക് കൈകൾ നൽകിയില്ലേ, എനിക്ക് ശ്വസിക്കാൻ വായു നൽകിയില്ലേ, ആ റബ്ബെന്നെ കൈവിടൂല. ആ റമദാനാണ്, പള്ളിയിലാണ്, ധാരാളം മൗലിയാക്കൾ നിസ്കരിച്ച പള്ളിയാണ്. ഇവിടുന്ന് എന്തായാലും ഇജാബത്ത് ഉണ്ടാകും. ഇത് 2 കൂടി സമ്മിശ്രമാകുകയാണെങ്കിൽ ദുആക്ക് ഇജാബത്ത് കിട്ടും. അതേ സ്ഥാനത്ത് 5 വക്ത് പള്ളിയിൽ നേരത്തെ എത്തും, അവസാനേ പോകുള്ളൂ. എന്നിട്ട് വരാന്തയിൽ നിന്ന് കുറച്ച് കാരണന്മാരുണ്ടാവും. ഓനിപ്പോൾ ഇന്നലെ വരെ കള്ള് ഷാപ്പിലേക്ക്, ഇന്നിപ്പോൾ എന്തിനൊന്നും അറിയില്ല, എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഒരുപക്ഷെ അവനായിരിക്കും ആദ്യം നരകത്തിൽ പോകുക. റബ്ബെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പക്ഷെ അതേ സ്ഥാനത്ത് ഇന്നലെ ഒരേ മോശപ്പെട്ടിരുന്നു, ഇന്ന് നന്നാകാൻ തീരുമാനിച്ചു, നസൂഹായ തൗബയാണ്, പിന്നെ ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവനായിരിക്കും സ്വർഗത്തിൽ പോകലുണ്ടാകുക. അപ്പം നമുക്കിതൊന്നും ആരെയും വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിയില്ല. അർഹമുർ റഹീമായ അല്ലാഹ്, എല്ലാ അർത്ഥത്തിലും നീ സ്വാലിഹ്യങ്ങൾ പെടുത്തണേ അല്ലാഹ്, നീ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, നമ്മുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്.